ശബരിമല കൊള്ള വമ്പൻ ലിസ്റ്റുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു കത്ത് SITക്ക് ലഭിച്ചിരിക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 500 കോടിയുടെ ഇടപാട്. ഈ 500 കോടി എന്ന് കൃത്യമായി എങ്ങനെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അന്താരാഷ്ട്ര റാക്കറ്റ്, പിന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഉദ്യോഗസ്ഥരുടെ ബന്ധങ്ങൾ, ഇത് കടല് കടന്നു പോയി എന്ന് കൃത്യമായി പറയാതെ പറയുകയാണ് രമേശ് ചെന്നിത്തല. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും അടക്കം നിൽക്കുന്ന ചില ഫോട്ടോകൾ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയുടെ ഇത്തരം പിന്നെ SITക്ക് കത്തും. ഇപ്പൊ SIT രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാനൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ ഉന്നം വയ്ക്കുന്നത് ആരെയാണ്? യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ഉന്നം വയ്ക്കുന്നത് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മളെല്ലാം ആശങ്കപ്പെടുന്നത് പോലെ ഈ കൊള്ളയ്ക്കകത്തെ ഗൂഢസംഘത്തെ, അതായത് ആ റാക്കറ്റിനെ വെളിയിൽ കൊണ്ടുവരണം. ഇതേ വാചകത്തിലാണല്ലോ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള റാക്കറ്റ് നിസ്സാരമല്ല, ഭയക്കേണ്ടതാണ്, വെളിയിൽ കൊണ്ടുവരേണ്ടതാണ്. നിസ്സാരക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കഥയല്ല, കാര്യമല്ല. അപ്പം ഈ അവിടെ SITയുടെ ആദ്യത്തെ മൊഴിക്കകത്ത് കൊടുത്തതെന്ന് ഞങ്ങൾ ഇതിൻ്റെ ബാല സ്വഭാവത്തിലാണ് ഇതിൻ്റെ അല്ലെങ്കിൽ ഈ അന്വേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈശവദിശയിൽ എന്ന് വെച്ചാൽ ഒന്നും ആയിട്ടില്ല. രണ്ടൂന്ന് കിട്ടിയ പരലിനെയൊക്കെ പിടിച്ച് അതിനെ തിട്ടേക്കുക. വമ്പൻ മൊത്തം വെളിയിലാണ്. അപ്പം അത് അകത്ത് കിടക്കുന്ന ഏറ്റവും അവസാനം നമ്മൾ പപ്പനെ കണ്ടു. പപ്പൻ പറയുന്നത് ഞാനെല്ലാം ചെയ്തു, ഞാൻ തിരുത്തി, ഞാൻ കൊള്ളക്കാരൻ തന്നെ, നിങ്ങൾ എന്നെ തിരക്കി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എൻ്റെ കൂടെ നിന്ന 2 പേര് എന്ന് വെച്ചാൽ അതിനകത്ത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം പറ്റത്തില്ലല്ലോ. തീരുമാനം എടുക്കണം. തീരുമാനം എടുത്തതിനകത്ത് വിയോജനക്കുറിപ്പ് പോലും തയ്യാറാക്കാത്ത 2 ബോർഡ് മെമ്പർമാർ വെളിയിൽ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു ഇത് ഈ കൊള്ളയ്ക്കും പങ്കുണ്ട്. ഇതിനു മുമ്പ് നടന്ന പടിക്ക് ശബരിമല 18ാം പടിക്കും പങ്കുണ്ട്, കൊടിമരത്തിനും പങ്കുണ്ട്. അന്നും ഇതുപോലെ അവിടുത്തെ സാധനങ്ങൾ പലതും വെളിയിൽ പോയിട്ടുണ്ട്, ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട്, പലതും നടന്നിട്ടുണ്ട്. സ്പോൺസർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സർവ്വം കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. തന്ത്രിയുടെ പേര് ഞാൻ പറയുന്നു, തന്ത്രി വെളിയിൽ നിൽക്കുന്നു. തന്ത്രി തന്നെ പറയുന്നു ഞങ്ങൾ ഇതിനകത്തെല്ലാം പങ്കാണ്. തന്ത്രി തന്നെ സമ്മതിക്കുന്നു, എന്നിട്ട് വെളിയിക്കുന്നു. അപ്പം ഇതിനകത്തൊരു റാക്കറ്റ് ഉണ്ടോ? ആ റാക്കറ്റിനെ പോലും SIT സംഘം സംരക്ഷിക്കുന്നോ, ഭയക്കുന്നോ? അതിനകത്ത് പപ്പൻ നമ്മൾ പലവട്ടം പറഞ്ഞല്ലോ. പപ്പൻ പറഞ്ഞല്ലോ 2007 തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അന്നോട്ട് ഇന്ന് വരെയുള്ള പണി ഇത് തന്നെ. മാത്രമല്ല നമ്മളീ കാണുന്നതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി. നമ്മൾ ശ്രീകൃഷ്ണന്റെ അമ്മ ശ്രീകൃഷ്ണന്റെ വായിക്കകത്ത് മണ്ണ് വാരി ഇട്ടപ്പോൾ വാതുറക്കാൻ പറഞ്ഞപ്പോൾ 7 ലോകവും കണ്ടെന്നാ പറയുന്നത്. അന്നേരം ആ ശ്രീകൃഷ്ണന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നത് അയ്യോ ഇത് കുഞ്ഞല്ല, ഇത് ഇന്ന ആളാണ്, മഹാവിഷ്ണു ആണെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ കണ്ട ഐറ്റമല്ല. അപ്പോൾ ഇപ്പം ഈ പറയുന്നത് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ പറയുന്നത് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ധന്യ പറഞ്ഞത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിസ്സാരക്കാരനല്ലെന്ന് കോടതി പറയുമ്പോഴും ഈ വിനോദ് രമേശ് ചെന്നിത്തല പറയുമ്പോഴും റാക്കറ്റ് ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണേണ്ട ഒരു വ്യക്തിയാണ് നമ്മൾ ഇത് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബവുമായിട്ട് ചെന്ന് നിൽക്കുന്ന സോണിയാഗാന്ധിയുടെ വസതിയിലാണ്. സോണിയാഗാന്ധിയുടെ മതിമോൻ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരൻ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതായത് അയാളുടെ ഏറ്റവും വലിയ ബിസിനസ്, അയാളുടെ അച്ഛന് തിളപ്പാച്ച കച്ചവടമായിരുന്നെങ്കിൽ അയാളുടെ ഏറ്റവും വലിയ ബിസിനസ് ലോകത്തിലെ ഏറ്റവും വലിയ ആന്റിക് ബിസിനസ്സാണ്. ലോകത്ത് ഏത് രാജ്യത്തു നിന്നും ഈ പറയുന്നത് പോലെ കോടാനുകോടി രൂപയുടെ ഈ സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ മറിച്ച് വിൽക്കുന്നതാണ് അതായത് പ്രധാനപ്പെട്ട ബിസിനസ്. അതിൻ്റെ കൂടെയുള്ള ബിസിനസ്സുകൾ വസ്തു കച്ചവടം അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട്, മറ്റു പല ബിസിനസ്സുകളും ഇതായുടെ പ്രധാനപ്പെട്ട ബിസിനസ്സാണ്. ഇത് കടൽ കടന്നിട്ടുണ്ടോ എന്ന് കോടതി ചോദിക്കുമ്പോൾ, ഇതിനകത്ത് റാക്കറ്റ് ഉണ്ടെന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ, ഹൈക്കോടതി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിചാരത്തിലുള്ള ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ വാദ്ര ഈ 500 കോടിയുടെ പിറകിൽ വാദ്രയാണോ എന്ന്, അല്ലെങ്കിൽ വാദ്ര ഇല്ലാതെ വരത്തില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ ഇതാണ് ഇതിനകത്ത് നമുക്കറിയാലോ കോൺഗ്രസിന്റെ ഒരു സ്വഭാവം. 2 പാർട്ടിക്കാർ ഇത് ഏറ്റെടുക്കുന്നില്ല. ഇപ്പൊ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞു, വേറെ പ്രസ്ഥാന സിനിമ കേട്ടോന്ന് എനിക്കറിയത്തില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞു എനിക്ക് അവിടെ സ്വർണം കൊടുത്ത ഒരാള്, അവിടെ അദ്ദേഹം ഒരു 10-15 കിലോയുടെ സ്വർണത്തിന്റെ പാത്രവും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ കൊടുത്തു. അദ്ദേഹം എൻ്റെ ആശങ്ക രേഖപ്പെടുത്തി. എൻ്റെ പൊന്ന് സാറേ, ഞാൻ ഇതുപോലെ അവിടെ സ്വർണം കൊടുത്തിട്ടില്ല, ഭഗവാന് വേണ്ടി കൊടുത്തതാണ്. അത് റെക്കോർഡിക്കലി എല്ലാം ഉണ്ട്, എൻ്റെ സാധനം അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചതാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ശരി ഞാൻ ചോദിക്കും. അദ്ദേഹം അത് അന്വേഷിച്ചു. ആ സാധനം അവിടെ ഉണ്ട്, രമേശ് ചെന്നിത്തല ആ സാധനോട് ഉണ്ട്, അയാൾ കൊടുത്ത സാധനോട് ഉണ്ട്. രമേശ് പത്രസമ്മേളനത്തിൽ പറഞ്ഞേ കേട്ടോ. അപ്പം ഇതേപോലെ ഇദ്ദേഹത്തിന് അന്വേഷിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിനകത്ത് അന്വേഷണത്തിനകത്തുനിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ വലിയ മോശക്കാരനല്ലല്ലോ രമേശ് ചെന്നിത്തല കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് 2 കൂട്ടർ, ഈ BJPയും ഇല്ല കോൺഗ്രസും ഇല്ല. ഇലക്ഷൻ സമയത്തില്ല, ഇത്രയും വലിയ വിഷയമായിട്ടില്ല. BJPക്ക് ഏറ്റവും വലിയൊരു വിഷയമായിട്ട് പോലും അതിനകത്ത് പറയാതെ പറഞ്ഞു എന്ത് അച്യുതാമാവന് ആന കൊന്നൊന്നും ദ്രോണരൊക്കെ ശരിയാണെന്ന് ഉപയോഗിക്കും. അപ്പൊ അതിനകത്തൊന്ന് BJPയുടെ പ്രസിഡന്റ് ഇടയ്ക്കൊന്ന് വന്ന് ഇറങ്ങിയായിരുന്നു. ഇന്നത്തെ റാക്കറ്റിനെ അല്ലെങ്കിൽ ഇതുപോലെ അന്വേഷിക്കണം. സുരേഷ് ഗോപിയും കഴിഞ്ഞ ദിവസം പറഞ്ഞു NIA വരണം, CBI വരണം,
ആര് ED പറഞ്ഞു. അതിനെന്താ ഇത്രയും പേര് ഇതിനകത്ത് അപ്പോൾ റാക്കറ്റിന്റെ സ്വഭാവം മനസ്സിലായല്ലോ. അതെ. കൂടാതെ ഇതേപോലെ രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പം രമേശ് ചെന്നിത്തല പറയുന്നതും ഇതിനകത്ത് താല്പര്യമില്ലാത്ത സുരേഷ് ഗോപി ആരാ? ഇവിടുത്തെ BJP അല്ലല്ലോ, കേന്ദ്ര BJP. ഇവിടുത്തെ BJP പുള്ളിയാണ് ആരാ? മറ്റേ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്ന് വന്ന ആരാ? അപ്പം ഇതിനകത്ത് ഇവർ രണ്ടുപേരും ആരൊക്കെയോ ഉണ്ട്. അപ്പോൾ അവർ വെളിയിൽ വരട്ടെ. അപ്പോൾ ഗൂഢസംഘമുണ്ട്, കൊള്ളസംഘമുണ്ട്. സോണിയാഗാന്ധിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് വാദ്രയുടെ ഇടപെടി 500 കോടി എന്ന് പറയുമ്പോൾ ഉറപ്പിച്ചു. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം. ശരിക്കും രാജ്യാന്തര തരത്തിലുള്ള ഒരു റാക്കറ്റ് ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതെ. ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം സീക്രട്ട് ആയിട്ടുള്ള ഫയലുകൾ ഇദ്ദേഹത്തിന് മുമ്പിൽ പെടും. ഒരു പക്ഷേ വിശ്വാസ സമൂഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ പുറത്തു വിടാതിരിക്കാൻ ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് മേലെ സമ്മർദ്ദം ഉണ്ടാകാം. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇത് സംബന്ധിച്ചൊരു ചർച്ച ഉണ്ടായെന്ന് വെച്ചു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു ചർച്ച ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് എന്താ പറയുന്നത്, ഇത് വികാരം വ്രണപ്പെടുത്തുന്നതാണ്, മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടത്തണ്ട. ഒന്ന് ഉമ്മൻചാണ്ടി ക്രൈസ്തവ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ട് മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തല നായർ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ട് ആഭ്യന്തരമന്ത്രി. അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഗോപ്യമായിട്ട് വെക്കേണ്ടി വരും. എന്തായാലും പറയുന്ന ഒരു കാര്യത്തിൽ രാജ്യാന്തര തലത്തിലുള്ള റാക്കറ്റ് ഉണ്ടെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം നൽകി, അല്ലെങ്കിൽ ചൂണ്ടിക്കാണി. ഇവിടെ പത്മകുമാർ നൽകിയ സൂചന ദൈവത്തിന് തുല്യരായ പ്രതിപുരുഷരിൽ ചിലർക്ക് ഇതിൽ പങ്കുണ്ട്. ആദ്യം പത്മകുമാർ ചൂണ്ടിക്കാണിച്ചത് തന്ത്രിയിലേക്കാണ്. ഈ തന്ത്രിയുടെ കൂടെ അനുമതിയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നത്. ആദ്യം തന്ത്രി പറഞ്ഞ എന്താ, എനിക്കറിയാം അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ ബെനാമി എങ്ങനെ പെരുമാറാവോ അതുപോലെ തന്നെയാണ് പെരുമാറിയത്. ഇനി ഈ പറയുന്ന രമേശ് ചെന്നിത്തല കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഇത്തരത്തിൽ ചില ഇടപാടുകൾ നടന്ന് രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കേന്ദ്ര കണക്ഷൻ ഉണ്ട്. കാരണം അന്ന് UPA സർക്കാർ ഭരിക്കുന്നു. ഇവിടെ ഈ കിരീടമില്ലാത്ത പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിയുടെ സഹോദരിയാണ് ഇറ്റലിയിൽ ഈ ആന്റിക് ബിസിനസ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയോ രാഹുലോ പ്രിയങ്കയോ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ ബാഗേജ് പോകുന്ന ഗ്രീൻ ചാനലിലൂടെയാണ്. പ്രധാനമന്ത്രിക്ക് നൽകുന്ന അതേ സുരക്ഷ ഈ സോണിയാഗാന്ധിക്ക് അന്ന് ലഭിച്ചിരുന്നു. ഇതുപോലെ ആന്റിക്കായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ ഇവിടുന്ന് പോകാം. അങ്ങനെയാണെങ്കിൽ ഈ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് കടന്നു പോയിട്ടുണ്ടാകാമോ എന്ന സംശയത്തെ ബലപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിനുള്ളിലുള്ള പടലപ്പിടക്കം ഉള്ളതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇപ്പൊ ഇത് പറയുന്നത്. കാരണം രമേശ് ചെന്നിത്തല ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് അനഭിമതനാണ്. രമേശ് ചെന്നിത്തലയോട് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ മാതാമയോടെ കുടുങ്ങട്ടെ എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ 500 കോടി എന്ന് പറഞ്ഞ ഒരു ചെറിയ കണക്കല്ല. പറയുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറഞ്ഞതിനെ ഒതുക്കാം. പക്ഷെ കൃത്യമായ 500 കോടി എന്ന് കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 500 കോടി അതെങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് മനസ്സിലായി എന്നുള്ളൊരു ചോദ്യം വരില്ലേ? സ്വാഭാവികമായിട്ട് ഈ വാദ്രയിൽ മാത്രമല്ല സോണിയാഗാന്ധി സിനു പറഞ്ഞപ്പോഴാണ് സോണിയയുടെ സഹോദരിക്ക് അവിടെ ലോകത്തെമ്പാടുമുള്ള ആന്റിക് സാധനങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത ജോലി വലിയ ഷോപ്പൊക്കെ ഉണ്ട് ഇറ്റലിയിലെ ഉൾപ്പെടെ. അപ്പം അങ്ങനെയുള്ള പോയൊരു കോഹിന്നൂർ രക്തം കിട്ടിയിട്ടുണ്ട്. അത് പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി. അല്ല ഞാൻ പറയാം, അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. ഇവിടെ ഗ്രീൻ ചാനൽ വഴി കൊണ്ടുപോകാന്നുള്ളത് എന്തിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഗൾഫിൽ നിന്നൊക്കെ സാധനങ്ങൾ ഗ്രീൻ ചാനലിലൂടെ. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് തുല്യമായ പദവി ഇരുന്ന സോണിയാഗാന്ധിക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു? അപ്പൊ 500 കോടി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ചെറുതായ ഒരു തുകയല്ല, വളരെ ഗുരുതരമായിട്ട് കാണണം, ഗൗരവമായി കാണണം. മാത്രമല്ല ആഭ്യന്തരമന്ത്രി ഇക്കാര്യം SITയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SITക്ക് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഈ രമേശ് ചെന്നിത്തല നൽകി. കാരണം എന്താ അറിയാം, ആഭ്യന്തരമന്ത്രി എന്ന ചുമതലയിൽ ഇരിക്കുന്ന ആൾക്ക് ഇതിന്റെ എല്ലാ വിവരങ്ങളും അറിയാലോ. സ്വാഭാവികമായിട്ടും ഇപ്പം സുരേഷ് ഗോപി പറയുന്നത് പോലെ അല്ലെങ്കിൽ BJP നേതൃത്വമൊക്കെ ആവശ്യപ്പെടുന്ന പോലെ CBIയുടെ അന്വേഷണം വരണം. എങ്കിൽ മാത്രമേ കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ട് ഇടപെടൽ ഉണ്ടാകുകയും എങ്ങാനും കേരള പോലീസോ ഈ SITയോ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഇടപെടാൻ പറ്റൂ. ഇവിടെ ഇപ്പൊ SIT ചെയ്യുന്നത് എന്താ? ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും അല്ലെ ഹൈക്കോടതി. പക്ഷെ ഹൈക്കോടതിയുടെ ഒരു പരിധി വരെയുള്ള ഒരു പരിധി കഴിയുമ്പോൾ ഹൈക്കോടതിയുടെ കാര്യം തീർന്നു അല്ലോ. ഈ SIT പിന്നെ ആരുണ്ടല്ല, കേരള ഗവൺമെന്റ് ഉണ്ടല്ല, കേരള സർക്കാരിനെ വെറുപ്പിക്കാൻ പറ്റില്ല. ഒരാൾ മാത്രമല്ലേ ഉള്ളു കേരള ഇപ്പൊ വെറുത്താലും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും ദേശീയ നേതൃത്വത്തിന് പിന്നെ ഇപ്പൊ അനഭിമതനാണ് രമേശ് ചെന്നിത്തല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതുവഴി ഒരു സമ്മർദ്ദം കേന്ദ്രത്തിൽ ചെലുത്താനുള്ള ഒരു അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ചെലുത്താനുള്ള ഒരു രമേശ് ചെന്നിത്തലയുടെ ഒരു കളിയായിട്ട് ഇതിനെ കാണേണ്ടി വരും. പെട്ടുപോയില്ലേ രമേശ് ചെന്നിത്തല? ഇത് പറയുമ്പോൾ അന്വേഷണം വന്നാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഇതുപോലത്തുള്ള കാര്യങ്ങൾ നടന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി എന്ത് ചെയ്യും? രമേശ് ചെന്നിത്തലയുടെ ഇമേജ് പോയില്ലേ? ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് സോണിയാഗാന്ധിക്ക് ഇവിടുന്ന് ആന്റിക് സാധനങ്ങൾ കടത്താൻ സഹായം ചെയ്തു കൊടുത്തത്
ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയാണെന്ന് പറയാൻ എന്തൊരു നാണക്കേടാ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തില്ല. പക്ഷേ ഈ പറയുന്ന പോലെ എന്നെ ഒന്ന് പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിട്ടൊരു പണി ഞാൻ തരുവേ എന്നുള്ളതാണ് ഈ പറയുന്നതിന്റെ. നമ്മൾ കണ്ടോ ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി വരുമ്പോൾ എപ്പോഴെങ്കിലും രമേശ് ചെന്നിത്തല കൂടെ എപ്പോഴും KC വേണുഗോപാൽ തന്റെ അനുചരന്മാരെ മാത്രം കൊണ്ട് വളയിച്ച് വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാവുന്ന എന്താണെന്ന് വെച്ചാൽ കരുണാകരന്റെ കാലം മുതൽ തന്നെ ഡൽഹി പൊളിറ്റിക്സ് നന്നായിട്ട് പഠിച്ച ഒരാളാണ് ചെന്നിത്തല. അവിടെ MP ആയിട്ടിരുന്ന് അവിടുത്തെ എല്ലാ നേതാക്കന്മാരും ബന്ധമുണ്ട്. കാരണം ആ ചെറിയ പ്രായത്തിൽ ഇയാൾക്ക് ഹിന്ദിയൊക്കെ അറിയാവുന്നതുകൊണ്ട് മറ്റ് കേരളത്തിലെ നേതാക്കൾ അറിയാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പൊ പഴയ കാലത്തെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരായിട്ട് ബന്ധമുണ്ടെങ്കിലും പുതിയ കാലത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് രമേശ് ചെന്നിത്തലയോട് താല്പര്യമില്ല. ഇത് മാത്രമേ ഉള്ളൂ ചെന്നിത്തലയുടെ നിലപാട്. ഇപ്പൊ 500 കോടി എന്ന് പറഞ്ഞാൽ പേടിക്കണം. വെറുതെ ഒരാൾ പറയില്ലല്ലോ ഒരു 500 കോടിയുടെ ഇടപാട് ശബരിമല കൊള്ളയിൽ നടന്നു. കാരണം സ്പഷ്ടമായിട്ടൊരു തുകയെ കുറിച്ച് ഒരാൾ പറയണം. അപ്പൊ അതെങ്ങനെ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് സത്യം അല്ല ഞാൻ അപ്പോഴത്തെ വിഭ്രാന്തിയിൽ പറഞ്ഞതാണ്, എനിക്ക് ബോധമില്ലാതിരുന്ന സമയത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ മാധ്യമങ്ങളുടെ മുന്നിൽ കൃത്യമായി പറഞ്ഞു 500 കോടിയുടെ തട്ടിപ്പ്. ആ 500 കോടിയുടെ തട്ടിപ്പ് എങ്ങനെ നടന്നു, അത് എങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം? ഇത് അറിഞ്ഞിട്ട് രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് ഇതുവരെ മിണ്ടിയില്ല? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം രമേശ് ചെന്നിത്തല കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ സമ്മർദ്ദത്തിലാവുന്നത് കോൺഗ്രസിനെക്കാളും കൂടുതൽ ചെന്നിത്തല ആയിരിക്കില്ലേ? അല്ല, ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞോളും. എനിക്ക് അതിന്റെ വ്യക്തവൃത്തിയുള്ള കാര്യം അയാളുടെ ഉണ്ടായത് കൊണ്ടാണല്ലോ അയാൾ കത്ത് കൊടുത്തത്. അയാൾ കത്ത് കൊടുക്കണമെങ്കിൽ അയാളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ ഒരു കാര്യം രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരു നേതാവ് നിസ്സാരമായിട്ടൊരു കാര്യം അങ്ങനെ സംസാരിച്ചു പോകത്തില്ല. ഇപ്പൊ SIT കയറി പിടിച്ചില്ല, അപ്പൊ അതിന്റെ വ്യക്തവൃത്തി കൊടുക്കേണ്ടി വരും. ഈ 500 കോടിയുടെ കാര്യം പറയേണ്ടി വരും. അപ്പം ഈ സിനിജി പറഞ്ഞതുപോലെ എന്തൊക്കെയോ ഒന്നെങ്കിൽ ഞാനിവിടെ ഉള്ളെങ്കിൽ പോയി വെള്ളത്തിൽ വീഴുന്ന പോലെ താഴ് വാങ്ങിയവനെല്ലാം KC, പിന്നെ രമേശ് ചെന്നിത്തല, രാഹുൽ ഗാന്ധി, പിന്നെ ഇപ്പൊ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചതും വാദ്ര സോണിയ വന്നപ്പോ. പക്ഷെ അതിനപ്പുറം കണ്ടതിനെക്കാട്ടി വലുതാ പിടിച്ച് പുറത്തിയിരിക്കുന്നെന്ന് പറഞ്ഞു. സോണിയാഗാന്ധിക്ക് വേറെ ബന്ധവും ഇത് ആന്റിക്കിലില്ലേ? ഇത് ഈ വളരെ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും സോണിയാഗാന്ധി എന്ന് പറയുന്ന പേഴ്സൺ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരിയല്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കാണണമെന്ന് തീരുമാനിച്ച മാസങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യ എന്ന രാജ്യത്തോട് കൂറില്ലാത്ത സോണിയാഗാന്ധിക്ക് വൻതോതിൽ പണം ഉണ്ടാക്കിയിട്ട് ഒറ്റ സുപ്രഭാതത്തിൽ അവർക്ക് ഇറ്റലിയിലേക്ക് അവർക്ക് ഇപ്പോഴും അവിടുത്തെ ഇതുണ്ട്, അവർക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പം അവരുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഫാമിലി ആയിട്ട് നിൽക്കണമെങ്കിൽ ആ ഒരു ബന്ധമാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർക്ക് ഈ തിരുമേനിയല്ല തന്ത്രിമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കോൺഗ്രസിനകത്ത് ബന്ധമില്ലാത്ത വേറെ ഒന്നുമല്ല. അവർക്ക് ആ വിശ്വാസമല്ല ഉള്ളത്. അവർ ക്രിസ്ത്യൻ വിശ്വാസം, അവരെ കുറ്റപ്പെടുത്തുമല്ല. അതിനെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ വിചാരിച്ച നിസാര പരളല്ല, അത് സ്രാവ.